ഇപ്പം പാരന്റ്സിനെ പറ്റി പറഞ്ഞല്ലോ. ഇപ്പൊ പാരന്റ്സിൽ കോഴ്സ് നമ്മളിപ്പം യൂട്യൂബില് വ്ളോഗും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഉം. അമ്മയും അച്ഛനും എല്ലാം നമ്മൾ കാണുന്ന കാര്യമാണ്. ഇപ്പോ ഇപ്പൊ നമ്മൾ ഈ പാരന്റിങ്ങിനെ പറ്റിയിട്ടും കുറെ കാര്യങ്ങൾ ടീനേജ് വരുന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മളിപ്പം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. അതെ. ഇപ്പൊ എങ്ങനെയാണ് ആക്ച്വലി പാരന്റ്സ് ഇപ്പൊ ഒരു ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്തൊക്കെ ബിഹേവിയറൽ പാറ്റേൺസ് ആണ് പാരന്റ്സിന്റെ അടുത്തുനിന്ന് ഒരു ടീനേജ് കുട്ടിക്ക് കുറച്ചുകൂടെ ഹെൽപ്പ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കംഫർട്ടബിൾ ആയിട്ട് ലീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എന്തായിരിക്കും? അത് എൻ്റെ പേരൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛയും അമ്മയും ആഹ്, എങ്ങനെ ആവണോ അങ്ങനെ തന്നെയാ അവരുള്ളത്. ഉം. അതുകൊണ്ട് അവർക്ക് എനിക്കൊരു സജഷൻ കൊടുക്കാൻ പോലും ഇല്ല. ഒരു 18 വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ പേരൻസിൻ്റെ ഒരു ഡ്രോബാക്ക് പറയാൻ പറഞ്ഞാൽ എനിക്കങ്ങനെ കൊടുക്കാനില്ല. കാരണം അവര് പെർഫെക്റ്റ് ആയതിനെ കഴിഞ്ഞും മേലെയാണ് എനിക്ക് അവരെ ഫീൽ ചെയ്യുന്നത്. അതാണ് ഒരു പേരന്റിങ്ങിന് ഏറ്റവും വലിയ സക്സസ്. ഒരു കുട്ടി ഒരു 18 വയസ്സായതിന് ശേഷം നമ്മൾ നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്യാൻ പറ്റുന്നതിന് ശേഷം നമുക്ക് തോന്നുകയാണ് എൻ്റെ അച്ഛനും അമ്മയും പെർഫെക്റ്റ് ആയിരുന്നു. അവർ എനിക്ക് വേണ്ടി എടുത്ത ഡിസിഷൻസ് എല്ലാം കറക്റ്റ് ആയിരുന്നു. അപ്പോഴേ അവർ സർട്ടിഫൈഡ് ആയി. അവരൊരു നല്ല പേരൻസ് ആണ്. പക്ഷെ അതേസമയം നമുക്ക് ഫീൽ ചെയ്യാണ് നമ്മുടെ ഒരു ഏജ് കഴിഞ്ഞിട്ട് നമ്മളെ ടീനേജിൽ നമുക്ക് ഈ പറയുന്ന പോലെ പല കുറ്റങ്ങളും തോന്നും. നമ്മുടെ അച്ഛനും അമ്മയും നമ്മൾ പറയുന്നത് മനസ്സിലാക്കുന്നില്ല, എന്നെ അങ്ങോട്ട് വിടുന്നില്ല, എനിക്ക് ഫ്രീഡം തരുന്നില്ല, 100 കൂട്ടം പ്രശ്നങ്ങളായിരിക്കും. അതല്ല ഞാൻ പറഞ്ഞത്. നമ്മളൊരു ഉം, ഈ പറയുന്ന പോലെ ഒരു ലീഗൽ ഒരു ഏജ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തോന്നുകയാണ് നമ്മുടെ അച്ഛനും അമ്മയും അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മേ ബി ഒരു കുറവ് തന്നെയായിരിക്കും. അത് പേരന്റിങ്ങിന്റെ ഒരു കുറവായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് ഫീൽ ചെയ്യാണ് എൻ്റെ അച്ഛനും അമ്മയും പെർഫെക്റ്റ് ആട്ടോ. എനിക്ക് എപ്പോഴും എന്നെ വേണേ ചെന്ന് പറയാം. എനിക്ക് എപ്പോൾ വേണേ സന്തോഷമായിട്ടിരിക്കണേ സന്തോഷം, എൻ്റെ സങ്കടമാണെങ്കിൽ സങ്കടം, ഇതൊക്കെ അവരുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേസമയം എനിക്ക് പുറത്തുനിന്ന് ഒരു വിഷമം ഉണ്ടായി. ഓ, ഇതിന് വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ എന്നാ നടക്കാൻ പോകുന്നത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു ബാഡ് പേരന്റിങ് ആയിരിക്കും. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് എന്ത് തിരിച്ചു കിട്ടും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം എന്നെ വഴക്ക് പറയോ, ഇങ്ങനെ ഒരു സാധനം എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിപ്പോയി, എൻ്റെ വീട്ടിൽ നിന്ന് ഇനിയിപ്പോൾ എന്നെ വഴക്ക് പറയോ, എന്നെ എന്നെ എങ്ങനെയായിരിക്കും അവർ കാണുന്നത്, എന്നെ അവരെങ്ങനെ ജഡ്ജ് ചെയ്യും എന്നൊരു തോന്നൽ ഒരു കൊച്ചിനുണ്ടായിപ്പോയാൽ എനിക്ക് തോന്നുന്നു അതൊരു ബാഡ് പേരന്റിങ് ആയിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് 2 അനിയന്മാരുണ്ട്. ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണോ ഒരു അച്ഛനും അമ്മയും വേണ്ടത്, നമ്മൾ എത്ര വലിയ പ്രശ്നം എങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ചെന്നു, ഇനിയിപ്പോൾ ഞാൻ ഒരാളെ കൊന്നെന്ന് പറഞ്ഞാൽ പോലും അതൊരു നല്ല പേരന്റിങ് ആണോ എന്ന് അതെ, എനിക്കറിയത്തില്ല. അതെ. എൻ്റെ അച്ഛനും അമ്മയും അവിടെ ഉണ്ട്. അതെൻ്റെ ഏറ്റവും വലിയ ധൈര്യമാണ്. ഞാൻ എന്നാ ചെയ്തിട്ട് ചെന്നാലും എൻ്റെ അച്ഛനും അമ്മയും എവിടെയെങ്കിലും നിൽക്കുകയാണ്. എൻ്റെ കൊച്ചാണ് എന്നുള്ളൊരു സാധനം അവിടെ കിടക്കുന്നത്, അത് നമുക്ക് വലിയൊരു ധൈര്യമാണ്. അപ്പം പേരന്റിങ്ങിനെ പറ്റി എനിക്കതേ പറയാനുള്ളൂ. എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനലിലൂടെയാണ് എൻ്റെ അച്ഛനെയും അമ്മയൊക്കെ അല്ലെ അനിയന്മാരെയും ഒക്കെ കൂടുതലും ആൾക്കാർക്ക് പരിചയം. അപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ എന്നോട് ഏറ്റവും കൂടുതൽ വന്ന് പറയുന്ന കാര്യമാണ്, നിങ്ങളുടെ വീട്ടിൽ ശരിക്കും ഇങ്ങനെയാണോ? അതെയോ നിങ്ങൾ ഉം. ഷൂട്ടിങ്ങിന് വേണ്ടി ഇങ്ങനെ അഭിനയിക്കുന്നതാണോ? അപ്പൊ എനിക്കത് വലിയ അത്ഭുതമാണ്. എൻ്റെ അച്ഛനും അമ്മയും കണ്ടിട്ട് എന്താ എല്ലാവരും ഇങ്ങനെ പറയുന്നത്? ഇവർക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? പക്ഷേ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കി തുടങ്ങുന്നത് എല്ലാവരുടെയും വീട്ടിൽ ഇങ്ങനെയല്ല. എല്ലാവരുടെയും അച്ഛനമ്മമാർ ഇങ്ങനെയല്ല പെരുമാറുന്നത്. അത് അച്ഛനമ്മമാരുടെയും കുഴപ്പമല്ല. ഏഹ് ഇപ്പം അതിനെന്നെ കറക്റ്റായിട്ട് പറയുന്നത് എനിക്കറിയത്തില്ല. എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറയും, "നിന്റെ അച്ഛനെ കാണുമ്പോൾ ഞങ്ങൾക്ക് കൊതിയാ." എൻ്റെ അച്ഛന് ഇഷ്ടം പോലെ പെൺകുട്ടികളെ ഫാൻസാണ്. എപ്പോ ചെന്നാലും "അനുഅച്ഛനല്ലേ?" എന്ന് ചോദിച്ച് വരുന്ന കുട്ടികൾ ഇപ്പഴും എവിടെ ഞാൻ അച്ഛനെയും കൊണ്ട് പോയാലും എൻ്റെ അടുത്തേക്ക് വരുന്നതിനെ കഴിഞ്ഞും കൂടുതൽ പെൺകുട്ടികള്, അത് ആൺകുട്ടികളെ കഴിഞ്ഞും കൂടുതൽ പെൺകുട്ടികൾ എൻ്റെ അച്ഛൻ്റെ അടുത്ത് വരും. അത് കാണുമ്പോൾ ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഞാൻ ഇങ്ങനൊരു അച്ഛൻ്റെ മോളാണല്ലോ. എൻ്റെ അമ്മയുടെ അടുത്തും അതുപോലെയാണ്. എല്ലാ എല്ലാ ആൾക്കാരും ഈ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് എല്ലാ ആൾക്കാരും ഓടി ചെല്ലുന്ന ഒരമ്മ എന്ന് പറയുമ്പോൾ എന്ത് തോന്നുന്നു? അങ്ങനെ ഒരാളാണത് എന്ന് ഫീൽ ചെയ്യുന്നത് എനിക്കും ഭയങ്കര പ്രൗഡാണ്. ഇങ്ങനെ 2 പേരുടെ അടുത്താണല്ലോ ഞാനുള്ളത് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ്. എനിക്ക് തന്നെ എന്നെപ്പറ്റി ആകെ കോൺഫിഡൻസ് ഉള്ളൊരു കാര്യമാണത്. ആ ഒരു ക്വാളിറ്റി എനിക്കുണ്ട്. അങ്ങനെ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മോളാണ് ഞാൻ എന്നുള്ളത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉള്ള കാര്യമാണ്. കാരണം അത് നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല. നമുക്ക് വലുതായി കഴിയുമ്പോൾ പറഞ്ഞു വെക്കാൻ പറ്റത്തില്ല. നമ്മുടെ അച്ഛനും അമ്മയും നല്ലൊരാളായിരിക്കണം, അവർക്ക് ഇന്ന ഇന്ന ക്വാളിറ്റീസ് വേണം എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അത് അവരായിട്ട് അവരുടെ അത്രയും വർഷത്തെ ഒരു കൊച്ചിനെ നോക്കുന്നത് ജനിച്ചപ്പോൾ തൊട്ട് അതിനെ നോക്കി എങ്ങനെ ഇതിൻ്റെ നമ്മൾക്കൊരു ടീനേജ് ഒക്കെ വരുമ്പോൾ നമുക്ക് തന്നെ അറിയാലോ, 100 കൂട്ടം പ്രശ്നങ്ങളായിരിക്കും. എനിക്ക് അങ്ങോട്ട് പോണം, ഇങ്ങോട്ട് പോണം, എനിക്ക് എല്ലാവരെയും പോലെ വേണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മാനേജ് ചെയ്ത് ഇങ്ങനൊരു സ്റ്റേറ്റിൽ ഇങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ബോധത്തിൽ കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആ സമയം. അവരത് ഭയങ്കര കൃത്യമായിട്ട് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു എന്നുള്ളത് ഒരു നല്ല പേരന്റിങ് അതെ. തന്നെയാണ്.